സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ കഥ പറച്ചിലിൽ 3ാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിലെ വസന്തം വന്നപ്പോൾ എന്ന കൊച്ചുകഥയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വസന്തം വന്നപ്പോൾ അതൊരു വലിയ പൂന്തോട്ടമാണ്. പച്ചപ്പെട്ട് വിരിച്ചതുപോലുള്ള പുല്ല്, അവയ്ക്കിടയിൽ കൊച്ചു കൊച്ചു പൂക്കൾ, തലയുയർത്തി നിൽക്കുന്ന പീച്ച് മരങ്ങൾ, പിങ്ക് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അവ മൂടിയിരിക്കുന്നു. പൂക്കൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ, മൂളിപ്പറക്കുന്ന വണ്ടത്താന്മാർ, പഴങ്ങൾ തിന്ന് പാട്ടുപാടുന്ന കിളികൾ. ഒരു ദിവസം ആ പൂന്തോപ്പിന്റെ ഉടമ തിരിച്ചെത്തി. ഒരു തടിയൻ കുറേ കാലമായി ദൂരെ ഒരു കൂട്ടുകാരനോടൊപ്പം താമസിക്കുകയായിരുന്നു. പൂന്തോപ്പിലെ കാഴ്ച കണ്ട് അയാൾക്ക് അരിശം വന്നു. കുറേ കുട്ടികൾ അതാ അവിടെ കളിക്കുന്നു. ചെടികൾ പിടിച്ചു വലിച്ചും മരക്കൊമ്പുകളിൽ കയറി മറിഞ്ഞും അവർ തോട്ടമാകെ നാശമാക്കിയിരിക്കുന്നു. കോപം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു, കൊമ്പമീശ വിറച്ചു. ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം? പരുക്കൻ ശബ്ദത്തിൽ അയാൾ അലറി. പേടിച്ചുപോയ കുട്ടികൾ പറന്നു. എൻ്റെ തോട്ടം എൻ്റേത് മാത്രമാണ്. ഒരാളും ഇവിടെ കയറി കളിക്കേണ്ട. അയാൾ പിറുപിറുത്തു. പൂന്തോപ്പിനും അയാൾ വലിയ മതിൽ കെട്ടി. അവിടെ എഴുതി വെച്ചു, അതിക്രമിച്ചു കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. അതോടെ കുട്ടികൾ പൂന്തോട്ടത്തിൽ കയറാതായി. മഞ്ഞുകാലം കഴിഞ്ഞു. വസന്തം വീണ്ടും വന്നു. നാടു മുഴുവൻ പൂക്കൾ നിറഞ്ഞു. പൂമണം പരത്തുന്ന കാറ്റും പാടുന്ന കിളികളും വീണ്ടും എത്തി. എന്നാൽ ആ തോട്ടത്തിൽ അപ്പോഴും മഞ്ഞുകാലം തന്നെ. ചെടികളും മരങ്ങളും മഞ്ഞ് മൂടിക്കിടപ്പാണ്. പൂമ്പാറ്റകളോ കിളികളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയില്ല. പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് പതുക്കെ തല നീട്ടി നോക്കി. ഓ, മഞ്ഞു മാറിയിട്ടില്ല, കുറച്ചുകൂടി ഉറങ്ങാം. അത് പതിയെ തല വലിച്ചു. മഞ്ഞിനും മൂടൽമഞ്ഞിനും ബഹുസന്തോഷമായി. വസന്തം ആ തോട്ടത്തെ ഒഴിവാക്കിയിരിക്കുന്നു. വർഷം മുഴുവൻ നമുക്കിവിടെ സുഖമായി കഴിയാം, അവർ ഉറപ്പിച്ചു. മഞ്ഞ് വെളുത്ത കുപ്പായം കൊണ്ട് പുല്ലെല്ലാം മൂടി മറച്ചു. മൂടൽമഞ്ഞിന്റെ വെള്ള കുപ്പുകയിൽ മരങ്ങൾ മങ്ങിപ്പോയി. തണുത്ത കാറ്റ് ചൂളമടിച്ചുകൊണ്ട് അവിടെയെല്ലാം ചുറ്റിയടിച്ചു. ഇടയ്ക്കിടെ മഞ്ഞുമഴ തകർത്തു പെയ്തു. ഓമക്കുപ്പായവും കമ്പിളി പുതപ്പും ഉണ്ടായിരുന്നിട്ടും തണുത്തു വിറച്ചുകൊണ്ട് തോട്ടമുടമ ഇടയ്ക്കിടെ ജനാല വിടവിലൂടെ പുറത്തേക്ക് നോക്കും. ഈ തണുപ്പുകാലം എന്താ മാറാത്തത്? പൂക്കൾ വരാൻ വൈകുന്നതെന്താ? ചുറ്റുപാടുമുള്ള തോട്ടങ്ങളിലെല്ലാം വസന്തത്തിന്റെ ഉത്സവമാണ്. വസന്തത്തിന്റെ വെളിച്ചം തടിയന്റെ പൂന്തോട്ടത്തെ തിരിഞ്ഞു നോക്കിയതേയില്ല. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. എപ്പോഴും വീടിനുള്ളിൽ മൂടി പുതച്ച് ഉറക്കം തന്നെ, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസം രാവിലെ മധുരമുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് അയാൾ ഉറക്കമുണർന്നത്. കിളിയുടെ പാട്ട്. എത്രയോ കാലമായി കേൾക്കാതിരുന്ന ശബ്ദം. അയാൾ ചാടി എഴുന്നേറ്റ് ജനാല തുറന്നു. പൂമണം അകത്തേക്ക് വീശി. തണുപ്പില്ലാത്ത സുഖമുള്ള കാറ്റ്. അയാൾ പുറത്തേക്ക് നോക്കി. ഹായ്, എന്താണ് കാണുന്നത്? അവസാനം എൻ്റെ തോട്ടം പൂത്തല്ലോ. അയാൾ അവിടേക്ക് ഓടി. തോട്ടം നിറയെ പല വർണ്ണത്തിലുള്ള പൂക്കൾ, പാറിപ്പറക്കുന്ന ശലഭങ്ങളും പക്ഷികളും. മരക്കൊമ്പുകൾ നിറയെ കുട്ടികളാണല്ലോ. അയാൾ ചുറ്റും നോക്കി. മതിലിന്റെ ഒരു ചെറിയ വിടവിലൂടെ കുട്ടികൾ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. മരച്ചില്ലകൾ അവരെ മാടി വിളിക്കുന്നു. അവർ മരത്തിലേക്ക് ഓടിക്കയറുന്നു. പൂക്കൾ ആടിയുലയുന്നു. പച്ചപ്പുല്ലുകൾക്കിടയിൽ നിന്ന് കുഞ്ഞു പൂക്കൾ തലനീട്ടി പുറത്തു വന്ന് ചിരിക്കുന്നു. എത്ര വേഗത്തിലാണ് തോട്ടം മനോഹരമായി മാറിയത്! അയാൾക്ക് അത്ഭുതമായി. പെട്ടെന്നാണ് തോട്ടത്തിന്റെ അങ്ങേ മൂലയിലെ ഒരു മരം അയാളുടെ കണ്ണിൽ പെട്ടത്. അതുമാത്രം പൂത്തിട്ടില്ല. അതിന്റെ ചില്ലകളിൽ ഇപ്പോഴും മഞ്ഞിന്റെ പുതപ്പാണ്. മരച്ചുവട്ടിൽ ഒരു കൊച്ചുകുട്ടി. അവൻ മരത്തിലേക്ക് കൈ നീട്ടുന്നുണ്ട്. അവന് കയറാൻ കഴിയുന്നില്ല. മരം ചില്ലകൾ താഴ്ത്തി കൊടുക്കുന്നു. എന്നിട്ടും അവന് പിടിച്ചു കയറാൻ കഴിയുന്നില്ല. ചാടി പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അയാളുടെ മനസ്സലിഞ്ഞു. അയാൾ ഓടിച്ചെന്ന് കുട്ടിയെ എടുത്ത് മരക്കൊമ്പിലിരുത്തി. അത്ഭുതം! മരച്ചില്ലകളിൽ നിന്ന് മഞ്ഞ് അലിഞ്ഞുപോയി. പൂക്കൾ നിറഞ്ഞു. പൂമ്പാറ്റകൾ അങ്ങോട്ട് പാറി വന്നു. കിളികൾ ചില്ലകളിലിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി.
കുട്ടി സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അയാൾ പൊട്ടിച്ചിരിച്ചു. മറ്റു കുട്ടികളെ മാടി വിളിച്ചു. കുഞ്ഞുങ്ങളെ, ഈ തോട്ടം ഇനി നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ഓടിയെത്തി. അയാൾ അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തു. അന്നു തന്നെ ആ വലിയ മതിൽ അയാൾ പൊളിച്ചു മാറ്റി.